ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ സീസണിലെയും മുൻ സീസണിലെയും മത്സരാർത്ഥികളെ പരാമർശിച്ചെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ റോബിൻ രാധാകൃഷ്ണൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് താരം നൽകിയ പ്രതികരണമാണ്. ജിൻഡോ കപ്പ് നേടിയത് കഠിനാധ്വാനത്തിലൂടെയാണ്. ജാസ്മിൻ ആകട്ടെ ഒരു സർവൈവറും. പിന്നെ രജിത് കുമാർ, ദിൽഷ, സാബുമോൻ ഇവരെക്കുറിച്ചുമൊക്കെയാണ് റോബിന്റെ വിലയിരുത്തലുകൾ. ആരതിപ്പൊടിയും ഒന്നിച്ച് ഒരു വിവാഹത്തിന് പോയപ്പോഴാണ് ജാസ്മിനെ ആദ്യമായി കാണുന്നതെന്നാണ് റോബിൻ പറയുന്നത്. അന്ന് ജസ്റ്റ് കണ്ട് സംസാരിച്ചു, പൊടിയുമായിട്ടും സംസാരിച്ചു. കൂടുതൽ അറിയുന്നത് സീസൺ 6 മത്സരാർത്ഥിയായി ജാസ്മിൻ എത്തിയപ്പോഴാണ്. ഷോ പൂർണ്ണമായി കണ്ടിട്ടില്ലെന്നും റോബിൻ പറയുന്നു. മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ അറിവുള്ളത് പറയുന്നു, ആ കുട്ടിയുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. അതൊന്നും ചിലപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാകില്ല. TRP കൂട്ടാൻ വേണ്ടി അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പുറത്തു വരുന്ന ഫുട്ടേജ് കണ്ട് മാത്രം ഒരാളെ വിലയിരുത്താൻ പാടില്ല. ജാസ്മിൻ ചെയ്ത ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജാസ്മിൻ ഒരു സർവൈവറാണ്. അതും 23-ാം വയസ്സിൽ ഇത്രയും ഉയരത്തിലേക്ക്. അത് വലിയ കാര്യമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഈ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞതും ജാസ്മിന്റെ വലിയ നേട്ടമാണ്. പിന്നെ വിജയപരാജയങ്ങളൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത്രയും ഫൈറ്റ് ചെയ്ത് 3-ാം സ്ഥാനത്ത് എങ്കിലും ജാസ്മിൻ എത്തിയല്ലോ, അതൊരു വലിയ കാര്യമാണ്. ജാസ്മിൻ അഭിമുഖങ്ങൾ കൊടുക്കാതിരുന്നത് നല്ല തീരുമാനമാണ്. അത് പല ക്യാപ്ഷനുകളിൽ പ്രചരിക്കുമെന്ന് അവർക്കറിയാം. പുറത്തിറങ്ങുമ്പോൾ നെഗറ്റീവായി പോകുമെന്ന് ഞാൻ കരുതിയ വ്യക്തിയാണ് ഗബ്രി. എന്നാൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിലാണ് നിന്നത്. മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അത് വലിയ സന്തോഷമുണ്ടാക്കിയെന്നും റോബിൻ പറയുന്നു. വ്യക്തിപരമായി അറിയാം എന്നതുകൊണ്ടാണ് ജിൻഡോയെ പിന്തുണച്ചത്. വലിയ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് ജിൻഡോ വിജയിച്ചത്. ജിൻഡോയെ കാണാൻ എയർപോർട്ടിലേക്ക് പോയത് പലരും വിഷയമാക്കി. അതൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ എന്നും റോബിൻ ചോദിക്കുന്നു. പിന്നെ സീസൺ ഫസ്റ്റിൽ കപ്പ് നേടിയ സാബുമോനെ കുറിച്ചാണ് റോബിൻ പറയുന്നത്. ഗെയിമർ എന്ന നിലയിൽ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തി. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സാബുമോൻ. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വിജയമാണ്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നയാളാണ് സാബുമോൻ എന്നും റോബിൻ പറയുന്നു. രജിത് കുമാർ സാറിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹം സീസൺ 2 എത്തുമ്പോഴാണ് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നത്. അറിവും വിവരവും ബോധവുമുള്ളയാൾ. അദ്ദേഹത്തിന്റെ ശൈലിയല്ല എന്റെ ഗെയിം. ഒത്തിരി ആളുകളെ വ്യക്തിപരമായി സഹായിക്കുന്ന ആളാണ് രജിത് കുമാർ എന്ന് കേട്ടിട്ടുണ്ട്. നല്ലൊരു വ്യക്തി, കൂടാതെ ഒരു ഫാമിലി പേഴ്സൺ കൂടിയാണ്. ഇത്രയും ഊർജ്ജത്തോടെ, അതും ഈ പ്രായത്തിൽ, സ്വന്തം പാഷന് പിന്നിലൂടെ പോകുന്നത് വലിയ കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 5 ഗസ്റ്റായി പോയപ്പോഴാണ് അദ്ദേഹത്തെ നേരിൽ പരിചയപ്പെടുന്നതെന്നും റോബിൻ പറയുന്നു. ജോലി മാറ്റിവെച്ച് എന്തിനാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് അദ്ദേഹം തന്നോട് ചോദിച്ചിട്ടുണ്ടെന്നും റോബിൻ പറയുന്നു. കോളേജ് ലെക്ചർ ജോലി വിട്ടാണ് ഇപ്പോൾ രജിത് കുമാർ അദ്ദേഹത്തിന്റെ പാഷന് പുറകെ പോകുന്നത്. ഓരോരുത്തരുടെ സന്തോഷം. തന്റെ സഹമത്സരാർത്ഥിയായ ദിൽഷയെ പിന്തുണച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിൽ കുറ്റബോധമില്ല, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ആ ടോപ്പിക് കഴിഞ്ഞുവെന്നാണ് റോബിന്റെ ഉത്തരം. ആ സീസൺ കഴിഞ്ഞിട്ടിപ്പോ 2 വർഷമായി. അവർ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. എന്റെ ജീവിതത്തിൽ ഞാനും ഹാപ്പിയാണ്. അന്ന് പിന്തുണച്ചത് ദിൽഷ പറഞ്ഞിട്ടല്ല, എനിക്ക് തോന്നി ചെയ്തു. ദിൽഷയുമായി ഒരു സൗഹൃദത്തിന് ഇനി താല്പര്യമില്ല. അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണെന്നും റോബിൻ പറയുന്നു. ഒരുപാട് പോസിറ്റീവും കുറച്ച് നെഗറ്റീവുമുള്ള ഒരു സാധാരണക്കാരനാണ് ഞാൻ ഫേക്കായി നിന്നിട്ടില്ല. എന്റെ ഭാഗത്ത് ഒരുപാട് ശരിയുണ്ടായിരുന്നു, കുറച്ച് തെറ്റുകൾ ഉണ്ടായിരുന്നു. തെറ്റുകൾ അംഗീകരിക്കാനും അത് തിരുത്താനും തയ്യാറായ വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കാലം പലതും തെളിയിക്കുമ്പോൾ ഞാൻ ശരിയായിരുന്നു എന്ന് വരുമ്പോൾ സന്തോഷമുണ്ട്, റോബിൻ വ്യക്തമാക്കുന്നു.